ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹാന്വേഷണം. ദീപാവലിയൊക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ചു കാണും എന്ന് വിശ്വസിക്കണം. ഞാൻ ഇന്ന് ഒരു ചെറിയ അയലക്കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ വീഡിയോ കാണുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേക സ്നേഹാന്വേഷണം. എല്ലാവരെയും ഞാൻ പ്രത്യേകം അന്വേഷിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമുക്ക് അയലക്കറിയുടെ റെസിപ്പി കാണാം. നിങ്ങളെല്ലാവരും വാ. അങ്ങനെ ഇന്ന് ഞാൻ അയലക്കറിയും കപ്പപ്പുഴുക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും താങ്ക് യു. നമുക്കിന്ന് ഒരു നാടൻ മീൻകറി കാണാം. ഒരു നല്ല മൺചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നാടൻ രീതിയിലൊരു സൂപ്പർ മീൻ കറിയാണ്. അതിലേക്ക് വേണ്ടി 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലോട്ട് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ, ഉലുവ ഇതെല്ലാം ഇട്ട് അടുപ്പിൽ വച്ചിട്ടില്ല. തീ ഒന്നും കത്തിച്ചല്ല ഞാൻ വയ്ക്കുന്നത്. വെളിച്ചെണ്ണ വെറുതെ ഒഴിച്ചതിന് ശേഷം അതിൽ നമ്മൾ ഈ പൊടികളെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ അടുപ്പിൽ വയ്ക്കുന്നത്. അത് ലോ ഫ്ലെയിമിലാണ് വയ്ക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ വച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ച് കുറച്ച് അതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം. അതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചാണ് കേട്ടോ ചെയ്യണത്. അത് നല്ലോണം തട്ടി. പക്ഷേ ഈ മീൻ കറിക്ക് ഒരു അപാര ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളി അരച്ച് അതിനെയും ഒഴിച്ചു കൊടുത്തു. അതിനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചിക്കിയതിന് ശേഷം ആ തക്കാളി അരച്ച ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി അതിലൊന്ന് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മളെ പുതിയ ഇനം മീൻ കറികൾ, അയലക്കറികൾ റെഡിയായി വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് വാളം പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുക്കാം. മീനിന് കുറച്ച് പുളിയുടെ ആവശ്യമുണ്ട്. അങ്ങനെ എല്ലാം കൂടി തിളച്ച് വന്നപ്പോഴേക്കും ഞാൻ ഇത് അയല മീനിനെ എടുത്തിട്ട് കൊടുക്കുന്നു. 2 അയലേ ഉള്ളൂ കേട്ടോ. ഈ 2 അയലയ്ക്ക് വെറും 25 രൂപയേ ഉള്ളൂ. ഒരു 4 അയല 50 രൂപയ്ക്ക് വാങ്ങിച്ചു. 2 ദിവസമായിട്ട് കറി വെച്ചു. ഇപ്പോൾ അയലയാണല്ലോ എല്ലാ ദിവസവും ഉള്ളത്. അങ്ങനെ ഇതേ നല്ല സൂപ്പർ ടേസ്റ്റി മീൻ കറി റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എനിക്കിപ്പം സ്ഥിരമായിട്ട് മീൻ കറിയും കപ്പയും ഒക്കെ തന്നെയാണ്. ഇതൊക്കെ കഴിച്ചതുമ്പോൾ എനിക്ക് കൊളസ്ട്രോളൊന്നും വരില്ല കേട്ടോ. ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്ക് കൊളസ്ട്രോളും ഷുഗറും BP ഒക്കെ വരണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വരില്ല എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു അരുവിക്കര എന്ന സ്ഥലത്തിലെ ക്ഷേത്രവും ആ അരുവിയുമാണ് ഈ കാണുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ആണ്ടുബലി സമയങ്ങളിലൊക്കെ ബലിയിടാനും അങ്ങനെയുള്ള കർമ്മങ്ങൾക്കൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ്. തൊട്ട് ചേർന്നിരിക്കുന്നത് ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ നേരെ ബേക്കൽ ഇതുവഴി നമ്മൾ തിരുവനന്തപുരം സിറ്റിക്കകത്തോട്ട് പോകുന്ന റോഡും കൂടെയാണ്. അങ്ങനെ ആ കാഴ്ചകളും കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാണുക. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പ്രത്യേക സ്നേഹാന്വേഷണം. ഞാൻ ഫ്രണ്ടിൽ വരുന്നുണ്ട് നിങ്ങളെ കണ്ട് സംസാരിക്കാനായിട്ട്. ഞാനിപ്പോൾ വീഡിയോ ഇടണോ, എനിക്ക് എന്തൊക്കെ ആണ് പറയണമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരുടെയും എന്നെ സപ്പോർട്ട് ചെയ്യണ എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ മുകളിലോട്ട് കയറ്റി വിടുക. അങ്ങനെ ഞാൻ ഇന്ന് ഉച്ചയ്ക്കുള്ള കപ്പയും മീൻ കറിയും പിന്നെ ഞാൻ